ജെയിംസേട്ടാ ഈ റബ്ബറെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാക്കുന്നത് ആദ്യം കാണോ ഇങ്ങനെ അഞ്ചടിക്കാണല്ലോ. അഞ്ചടി ഒരു റബ്ബർ വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഏക്കറിൽ കൂടുതൽ മരം നടാം. അപ്പോൾ ഇതിന്റെ ആദായം അത് നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ കിട്ടും. കാരണം ഒരു ഏക്കറിൽ 210 റബ്ബറാണല്ലോ സാധാരണ വെക്കുന്നത്. 200 കഷ്ടിയാ 200 കക്ഷി. റബ്ബർ ബോണ്ടിന്റെ കണക്കനുസരിച്ചാണ് 210 വരെ ആകാം. അതാണ്. പക്ഷെ നമ്മൾ റബ്ബർ ബോർഡിലേക്കൊന്നും പോയില്ല. നമ്മൾ നമ്മുടേതായ ഐഡിയയിൽ നട്ടു. നമ്മുടെ ഐഡിയ നട്ടു. ഇപ്പൊ ഇത് ഒരേക്കറിലാണ് ഇത് പ്ലാൻ ചെയ്തത്. ഒരേക്കറായത്. ഇതിന്റെ അകത്ത് എത്ര മരം വെട്ടാൻ കിട്ടി? അതായത് ഇപ്പം നമുക്ക് ഏകദേശം 400 മരം വെച്ചു. ഏകദേശം ഒരു 280 മരം നമ്മളിപ്പം മാർക്കിട്ടിട്ടുണ്ട്. അപ്പോൾ 280 മാർക്ക് കിട്ടും. അപ്പം ജെയിംസ് ചേട്ടൻ ഇത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ പാഴ് വന്ന് വിത്തിൻ്റെ മോശം കൊണ്ട് ഇടയ്ക്ക് ഓരോന്ന് പാഴ് വന്നു. അതെ, വിത്തിൻ്റെ മോശമാണെന്ന് എനിക്ക് പറയത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഇത് കപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് കപ്പ ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എരമ്പ് വന്ന് ചൂടി അതിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കപ്പയുടെ ഒരു ദൂഷ്യം ചെയ്തിട്ടുണ്ട്. വളപിടിയിൽ ആ ഒരു രീതിയിൽ. അപ്പം സാറിന് അവർ തന്നെയാണല്ലോ റബ്ബറിന് വളവിടുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അങ്ങനെ ഒരു ദോഷം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 410 വെറൈറ്റി ഒക്കെ നടുമ്പം പാടൊന്നും കാണണ്ടല്ല. അല്ല, ഇപ്പൊ ഇതുണ്ട്, ഇതൊക്കെ വളർന്ന് കയറി വന്നു. അപ്പൊ ഏതാണ്ട് 5 വെച്ചിട്ടും ഒട്ടുമുക്കാലും ഒരേ രീതി വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ റബ്ബറൊക്കെ അടുത്ത ഒരു വർഷം, ഈ കൊല്ലം കഴിയുമ്പോൾ ഇത് ടാപ്പ് ചെയ്യാറാവും. അപ്പൊ ഇതിന്റെ ഈ പുതുതായിട്ട് ടാപ്പ് ചെയ്ത് എത്ര വെട്ടോ? 15-20 വെട്ടിക്കൂടുതൽ വെട്ടിയില്ല. ഇപ്പൊ ഒരു 10 വെട്ടാ വെട്ടിയുള്ളൂ. പാല് വല്ലതും എടുത്തായിരുന്നു? പാലെന്ന് വെച്ചാൽ നമ്മള് ഒരു അരത്തോളം വെച്ച് പാലായിരുന്നു. പിന്നെ എന്നാ വെച്ചാല് ഞാനിതിപ്പോ അടുത്ത കൊല്ലം പ്ലാസ്റ്റിക് ഇടും. ഈ തവണ ഇടും. അടുത്ത കൊല്ലം ഇടുന്നത് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇടാവുള്ളൂ. എന്നാന്നറിയാവോ, നമ്മൾ പണ്ട് കാലത്ത് കാരണവന്മാരും മക്കളെ നോക്കുന്ന പോലെ ഈ പറഞ്ഞ റബ്ബറിനെ നോക്കി വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആദായം എടുക്കുക അല്ലാതെ പ്രകൃതിക്കനുസരിച്ച് ഇപ്പോൾ പോകണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരു 5 റബ്ബർ ഇതിലും മണ്ണുള്ള റബ്ബർ കാറ്റിന് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു റബ്ബറിന് ഒരു 500 വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കടന്നു പോയി. ഇനി അത് കട്ട ഇങ്ങനെ കീറുള്ളൂ, അങ്ങനെ കീറുള്ളൂ. നമ്മൾ ആശിച്ച് മോഹിച്ച് നട്ടുണ്ടാക്കിയത് ഒറ്റ പ്രകൃതിക്ഷോഭത്തിൽ തീർന്നു. ഇടപാട് 5 പോയി. 5 കിട്ടിയത് 1000 രൂപ കിട്ടി. 1000 രൂപ 1000 പോയത് ഇത് വെട്ടി കേൾക്കുമല്ലേ. അപ്പൊ ഇതാ നമ്മള് നിർത്തണ്ട, അതല്ലേ ഒരിക്കലും നിർത്തല്ലേ. അപ്പൊ കിട്ടുന്നത് മുറയ്ക്ക് വെട്ടിയെടുക്കും. അതായത് നമ്മളിപ്പോ ഇതിന് ഞാൻ പ്ലാസ്റ്റിക് ഇടും. അപ്പൊ 3-ാം പക്കം പെട്ടണമെന്നാ എന്റെ ഒരു അഭിപ്രായം. അത് കുഴപ്പമില്ല, അതല്ല. കാരണം നമുക്ക് കൊഴുപ്പ് കൂടുതൽ കിട്ടും. കൊഴുപ്പും കൂടുതൽ കിട്ടും, പട്ടമരപ്പം ഉണ്ടാവും. പക്ഷേ 430 നമ്മൾ പറയുന്നില്ലല്ലോ. ഒരു വർഷം ഒരു 80 വെട്ട്, അതിൽ കൂടുതൽ വെട്ടരുത്. അതാണ് അതിന്റെ ശരിയെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിർത്തിക്കൊണ്ടിട്ട് കാര്യമൊന്നും അല്ല, നിർത്തണ്ട. അത് ഈക്വലായിട്ട് എല്ലാ 3-ാം പക്കം വെട്ടിയാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് വലിയ ദോഷം. പട്ടമരപ്പും ഇല്ല, ഉള്ള ആദായം കിട്ടും, കൊഴുപ്പും കിട്ടും. പിന്നെ തൊലി ഇച്ചിരി മൂക്കുമ്പോൾ ഇച്ചിരി പട്ടക്കനവും വെക്കും. അത് തന്നെ പട്ടക്കം കിട്ടും. അപ്പം നമ്മൾ പിന്നെ അത് തന്നെയല്ല, ഇതിപ്പോൾ നമ്മൾ ഓരോ വെട്ടി അടുത്ത വെട്ടി അങ്ങനെ വെട്ടി പോകും. പിന്നെ ഈ കൃഷിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലാ കപ്പയ്ക്ക് കൊടുത്തത് ആ ഒരു ദോഷം ചെയ്തു. അതൊരു എനിക്ക് വലിയ ദോഷം വന്നിട്ടുണ്ട്. സാരമില്ല, നമുക്ക് അടുത്ത കൃഷിക്ക് അടുത്ത തോട്ടത്തിൽ നമുക്ക് ശരിക്കും പരിചരിക്കാം. കപ്പ കൃഷിക്കൊന്നും കൊടുക്കണ്ട. ഇപ്പം നമ്മൾ എന്നാന്നറിയോ, ഈ എല്ലാവരും പറയുന്നുണ്ട് റബ്ബർ ആദായമില്ല, റബ്ബർ മുഴുവൻ വെട്ടിക്കളയുന്നു. പക്ഷേ നമുക്ക് ഡെയിലി ആദായം കിട്ടുന്ന സംഭവം ഈ റബ്ബർ മാത്രമേ ഉള്ളൂ, ഇല്ലേ? റബ്ബർ ഡെയിലി കിട്ടുന്നുള്ള ഒരു സത്യമാണ്. അപ്പം അരിക്കാശിന് വകുപ്പില്ലാണ്ട് നമ്മളിങ്ങനെ നക്ഷത്രം എണ്ണിയിരിക്കുമ്പോൾ റബ്ബർ ഒരു ആദായ മാർഗം തന്നെ. ആദായ മാർഗം എന്ന് ഞാൻ പറയുള്ളൂ. ഒരു നഷ്ടവും ഇല്ല. ഒരു 200 രൂപ നമുക്ക് 220 രൂപ വില ഉണ്ടായി. സാമൂഹിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ബറിന്റെ വില തകർച്ച എന്ന് പറഞ്ഞാൽ അന്തരം കൂടി. ഏതാ ഒരു 90-ൽ 25 രൂപ കിട്ടിയ എമ്പടിയായിരുന്നു, ധാരാളമായിരുന്നു. അപ്പൊ 2025 ആകുമ്പം 250 കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം ആനുപാതികമായിട്ട് ഇതിന്റെ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആനുപാതികമായിട്ട് കൂടുവാണെങ്കിൽ ഇതിന് 600 രൂപ കിട്ടണം. ഇപ്പൊ ഇല്ല തന്നെ 250 കിട്ടിയാൽ അല്ല, അത് കർഷകൻ അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു കുഴപ്പം. അപ്പം 90-നെ തുലനം ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിന് 600 രൂപ കിട്ടിയാലേ അത് ബാലൻസ് ചെയ്യുള്ളൂ. കർഷകന് വേണ്ടി വാദിക്കാൻ ആരാ ഉള്ളേ? വാദിക്കാൻ നമ്മള് വോട്ട് ചെയ്ത് എല്ലാവരും കയറ്റി വിടുന്നുണ്ടല്ലോ. കർഷകൻ എപ്പോഴും ഭിന്നിച്ചിരിക്കുന്ന കർഷകന് ഭിന്നിപ്പൊന്നുമില്ല, അവന് പ്രതികരിക്കാൻ അറിയത്തില്ല. ഇപ്പൊ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് കർഷകൻ അറിയാൻ പറയട്ടെ. ഇപ്പം നമുക്ക് ആ പഴയ 100 റബ്ബറുണ്ട്, ഇല്ല നമുക്ക് നമുക്ക് ഒരു 100 റബ്ബറുണ്ട്, വേറൊരാൾക്ക് ഒരു 400 റബ്ബറുണ്ട്. ഈ 100 റബ്ബർ വെട്ടാനും അറിയത്തില്ല. അപ്പം നമ്മൾ ഈ 100 റബ്ബറെല്ലാം വെട്ടാൻ പറയും, നിനക്ക് ഞാനൊരു 4 രൂപ ചെന്നൊക്കെ എങ്ങനെ വെട്ടി കിട്ടിയാണെന്ന് പറയും. ഇല്ലേ? അപ്പം നിസ്സഹായനായിട്ട് നിൽക്കാണ്ട നമ്മൾ തൊഴിൽ പഠിച്ചിരിക്കണം. നമുക്ക് തൊഴിലറിയാന്നുണ്ടെങ്കിൽ ഒരുത്തിനെ ഏമാത്തിയല്ല. ഇല്ല, അതാണ്. ഞാൻ പൈനാപ്പിൾ കൃഷി നടത്തുന്ന ആളാ. പൈനാപ്പിൾ ഒരു 4 ഏക്കറൊക്കെ നടണമെങ്കിൽ ഞാൻ മാത്രം മതി. അതാണ്. ആരും വന്നില്ലേലും നമ്മുടെ കൂടെ ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആരും വന്നില്ലേലും ഞാനും പിള്ളേരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 ഏക്കർ പ്ലാന്റ് ചെയ്ത്
റെഡിയാക്കാൻ ഞങ്ങൾ തന്നെ മതി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആ. ഇപ്പം പിള്ളേർ കൂടുന്നുണ്ട്. ഇന്നിപ്പോൾ എത്ര വീടുകളിൽ പിള്ളേർ കൂടും ഏതെങ്കിലും മണിക്ക്? അല്ല, അങ്ങനെ ആക്കരുത്. ഇതിന് നമ്മളൊരു ഊർജ്ജം കൊടുത്തോണ്ടിരിക്കണം. ഞാനൊക്കെ അപ്പൊ ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ പറന്ന് നിൽക്കുമായിരുന്നു. ഞാൻ 5ാം ക്ലാസ് തൊട്ട് എല്ലാ പണിക്കും പണിത് പഠിച്ചത് അപ്പൻ്റെ കൂടെ. അപ്പം ഒരു 10ാം ക്ലാസ് പ്രായമായപ്പോഴത്തേനും എല്ലാ പണിക്കും പഠിച്ച് നല്ല തികവാർന്ന ഒരു ഉത്തമ പണിക്കാരനായി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പണികളെല്ലാം പഠിച്ച് തികവാർന്നവനായി കഴിഞ്ഞാൽ നമുക്കൊരു മണ്ടും പേടിയില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പം. അറച്ചു നിൽക്കരുത്. ഞാൻ 4ാം ക്ലാസ് പഠിച്ചതാ. എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൃഷിക്കാരനാണ്. അപ്പം പുള്ളി 10 കപ്പയോട് കിട്ടുമ്പോൾ ഞാൻ 2 വിട്ടുമായിരുന്നു 8ാം ക്ലാസ് പിടിക്കുമ്പോൾ. അപ്പോൾ അതുപോലെ പിന്നെ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആയപ്പം പുള്ളിയുടെ ഒപ്പം എത്തി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം പുള്ളിക്ക് മുമ്പിൽ പോയി. അപ്പം പുള്ളി അമ്മച്ചിയോട് വന്ന് പറയും, അപ്പം വലിയ കുഴപ്പമില്ല, അവൻ പെട്ടെന്ന് അങ്ങനെ ഒരു കാലം. നമുക്കൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ അപ്പൻ്റെ മുമ്പിൽ എന്തെങ്കിലും കയറണമെന്നുള്ളു. പിന്നെ ഇപ്പം ഞാൻ അപ്പനെ തോപ്പിക്കാനല്ല, അപ്പൊ നമ്മൾ പ്രാപ്തനാവുക. അപ്പൊ കർണന്മാർക്ക് ഒരു സന്തോഷമായി. ഞാനും ചെയ്യും. അല്ല, ഞാൻ ചത്തുപോയാലും മക്കള് എങ്ങനെയാലും പണിയെടുത്ത് കഴിഞ്ഞോളൂല്ലോ. ഇതിനകത്ത് വേറെ വാശിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഈ കൊല്ലം തുടങ്ങുമെന്ന് പറഞ്ഞില്ലേ, പ്രാചീട്ട് വെട്ടുന്ന അത്രയും പറ്റിയിട്ട് എന്നാണെന്നറിയോ, നമ്മൾ കാലഗതി മാറുന്നതനുസരിച്ച്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാനൊരു 1000-400 റബ്ബറിൻ്റെ കയറിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്ലോട്ടിൽ ഞാൻ റബ്ബർ വെപ്പിച്ചു. വേറെ അടുത്ത് വെപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമുക. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതുവരെ കമുക കയറിക്ക് അത് വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോളാൻ പറഞ്ഞു. കമുക ഇപ്പം നല്ല ഇലവന്തൈ പോലെ നിൽക്കുക. അത് എത്രയും പൊക്കമായി. അടയ്ക്കാക്ക് നല്ല വിലയുണ്ട്. അപ്പം ഞാൻ ജെയിംസ് ചേട്ടൻ അതിന്റെ പുറകെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ ട്രെൻഡൊന്ന് മാറ്റിയ. അപ്പൊ ആ കവുങ്ങിനെ ഒന്ന് പരിചരിച്ച് അവനെ ഈ വേപ്പിൻ മണ്ണാക്കും എല്ലാം കൂടെ ഇട്ട് അവനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുത്താൽ 4 കിലോ കൊട്ടടയ്ക്കാ കിട്ടും, ഉറപ്പാ. കമ്മതി കൊടുത്താൽ മതിയല്ലോ. മതി, ചൂണ്ടിക്കാണിച്ചാൽ മതി, വില പറയാമല്ലോ. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പം ഞാൻ വേറെ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾക്ക് വെട്ടി അല്ലെ ഇപ്പം വെട്ടുകാരനില്ലെന്നായി, അവിടെ നിന്നോട്ടെ. ഇതിപ്പം ഒരു 7 കൊല്ലം കഴിയുമ്പം നമ്മൾ ഇവിടുത്തെ രീതിയിൽ വെട്ടാറാക്കി കൊടുത്താലും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, റബ്ബർ ചുമ്മാ നിന്നാലും വെട്ടുകാരനില്ല ചുമ്മാ നിന്നാലും ഇത് പങ്കിന് കൊടുത്താക്കരുത്. അവിടെ നിന്നോട്ടെ. പങ്കിന് കൊടുത്താൽ അവര് നമ്മളെ തകർത്തിരിക്കാം, മരം തകർത്തിരിക്കും. പിന്നെ വേറെ ഒന്നുണ്ട്, ഇനി 7 കൊല്ലം കഴിയുമ്പോൾ ഈ റബ്ബർ വെട്ടാനാണെങ്കിൽ അവിടെ കിടക്കുക. ഒരു 3 കൊല്ലം കൊണ്ട് റബ്ബർ അത്യാവശ്യം വണ്ണം വെക്കാം. ഞാൻ മറിച്ചാൽ മതി. പ്ലാൻ ചെയ്തോണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.